ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. നിങ്ങളോട് മുഹമ്മദ് വാഗ്ദത്തം ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുമാത്രം വിദൂരമാണത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് ആണയിട്ട് പറഞ്ഞവരാ. അവരുടെ പിൻതലമുറക്കാരാ, ശ്രദ്ധിക്കണേ. ലോകം അവസാനിക്കില്ലെന്ന് പറഞ്ഞവരുടെ പിൻതലമുറക്കാരാ. ഇപ്പൊ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇല്ല, ഭൂമി നശിക്കാൻ പോവുകയാണത്രേ, പ്രപഞ്ചം തകരാൻ പോവുകയാണത്രേ. അവർ പറയുന്നത് 2025 തകരുമെന്നാണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ, അന്ന് ഞാൻ ഒമാനിലാ ഉള്ളത്, ഞാൻ ഓർക്കുകയാണ്. മലയാളം ന്യൂസിലെ പത്രത്തിലെ വാർത്ത ഞാൻ വായിക്കുകയാണ്. വായിക്കുമ്പോ അതിന്റെ തലക്കെട്ട്, ഡിസംബർ 25 പിറ്റേ ദിവസമുള്ള തലക്കെട്ട്, ഹാവ്, ആ ദിവസം കഴിഞ്ഞു, ഇനി 30,000 കൊല്ലത്തിന് ഭൂമി നശിക്കില്ല. ഹാവ്, ആ ദിവസം കഴിഞ്ഞു, ഇനി 30,000 കൊല്ലത്തിന് ഭൂമി നശിക്കില്ല. എന്താണ് പറഞ്ഞത്? 2012 ഡിസംബർ 25 ലോകം തകരുമെന്ന് പറഞ്ഞിരുന്നു. ആ ദിവസം കഴിഞ്ഞു, ഇനി 30,000 കൊല്ലം ഭൂമി തകരില്ല എന്ന്. അപ്പോഴും അവർ പറയുന്നുണ്ട് ഭൂമി നശിക്കുമെന്ന്. ഭൂമി നാശമേ ഇല്ല എന്നല്ല അവർ പറയുന്നത്. ഭൂമി ലോകത്തെ എല്ലാ മനുഷ്യരും സമ്മതിക്കുകയാണെന്ന്. ഈ പ്രപഞ്ചത്തിന് നാശമുണ്ടെന്ന്, ഭൂമിക്ക് നാശമുണ്ടെന്ന്. എങ്ങനെയാ എന്റെ സഹോദരങ്ങളെ ആ നാശം? പരിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഇന്ന് വരെ എങ്ങനെയാണെന്ന് ഇവർക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ല. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ ഊഷ്മാവ് വർദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മഞ്ഞുകട്ടകൾ ഉരുകി സമുദ്ര ജലനിരപ്പ് കൂടിയിട്ട് ഭൂതലമാകെ വെള്ളം കയറിയാണ് ഭൂമി നശിക്കുക എന്ന ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് അതിശക്തമായ തീജ്വാലയായി ഭൂമി മാറുമെന്നാണ്. കേട്ടോളോ, ഭൂമിയുടെ നാശത്തിന്റെ രംഗമെങ്ങനെയാ? വിചാരണക്കായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൽ നടക്കാനുള്ള വലിയ ഒരു മഹാ സംഭവമാണ് എന്റെ സഹോദരായത്. ഭൂമി എടുത്തുയർത്തപ്പെടും, പർവ്വതങ്ങളും എടുത്തുയർത്തപ്പെടും. രണ്ടും പരസ്പരം തമ്മിൽ അടിച്ചു തകർന്നു വീഴുന്നതാണ്. മാത്രമല്ല, ഭൂമി താഴോട്ടും മേലോട്ടും ആടിക്കളിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഭൂമി ഇപ്പൊ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യനത് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ താഴോട്ടും മേലോട്ടും ആടിക്കളിക്കുന്നത് മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിലാവുകയില്ല. ഭൂകമ്പമുണ്ടാകുമ്പോ മനുഷ്യൻ തിരിച്ചറിയാറുണ്ടല്ലോ. ഭൂമി താഴ്ന്നു പോകും, റാഫിയ ഉയരുകയും ചെയ്യും. അതായത് താഴോട്ടും മേലോട്ടും ഭൂമി ആടിക്കളിക്കും. മാത്രമല്ല, ഭൂമി അതിന്റെ ഉൾഭാഗത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് തള്ളും. എപ്പോഴാണത്? ഗംഭീരമായ ഭൂകമ്പമുണ്ടാകുമത്രേ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിശക്തമായി പ്രകമ്പനം കൊള്ളുന്ന സമയം. മനുഷ്യരാരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര ശക്തമായ പ്രകമ്പനമാ. മനുഷ്യൻ നിർമ്മിച്ച മാപ്പിനിക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല അതിന്റെ ശക്തി എത്രയാണെന്ന്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ആ ശക്തമായ ഭൂകമ്പം നടക്കുമ്പോൾ അഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഉൾഭാഗത്തുള്ള ഭാരങ്ങളെല്ലാം പുറത്തേക്ക് തള്ളുകയായി. വിശുദ്ധമായ ഖുർആനാണ് എന്റെ സഹോദര. മാത്രമല്ല, യൗമ തമൂറു സമാഉ മൗറാ, ആകാശം ആടിക്കളിക്കുകയാണ്. കേൾക്കേണ്ട സഹോദര, എല്ലാറ്റിന്റെയും ഘർഷണം നഷ്ടപ്പെടുകയായി, പിടുത്തം നഷ്ടപ്പെടുകയായി. പരസ്പരം ആകർഷണ ശക്തിയിലാണ് ഇതെല്ലാം നിൽക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ.
കണ്ടിട്ടുണ്ടല്ലോ, ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ആ ആകർഷണ ബലം നഷ്ടപ്പെടുകയായി. എന്നിട്ടാ വയൗമ തമൂറുസ്സമാഉ മൗറാ, ആകാശം ആടിക്കളിക്കുകയാണ്. മാത്രമല്ല വഖസഫൽ ഖമർ, ചന്ദ്രന് പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അതേ ഗ്രഹണം പറ്റിയിരിക്കുകയാണ്. മാത്രമല്ല വൈദശംസു കുവിറത്, സൂര്യനും അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. വജുമഅശംസു വൽ ഖമർ, നിയന്ത്രണം വിട്ട സൂര്യനും ചന്ദ്രനും തമ്മിൽ കൂട്ടിയിടിക്കുകയായി. വൈദൽ കവാകിബും തദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയായി. മാത്രമല്ല എന്റെ പ്രിയമുള്ള സഹോദര, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ബിഹാറു സുജ്ജിറത് വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ബിഹാറു സുജ്ജിറത്, കടൽ ആളിക്കത്താൻ തുടങ്ങും. ശ്രദ്ധിക്കണം, എത്ര കാലം വരെ, അടുത്ത കാലം വരെ ഭൂമി തകരില്ലെന്ന് പറഞ്ഞവർ ഇപ്പോഴാ പറഞ്ഞത് ഭൂഗോളം തീപ്പന്തമായി മാറുമെന്ന്. 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധമായ ഖുർആൻ വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ബിഹാറു സുജ്ജിറത്, കടലുകൾ ഭൂമിയിലേക്ക് ഇരച്ചു കയറും, കടൽ വെള്ളം ഭൂമിയിലേക്ക് കയറും. അങ്ങനെ വെള്ളം കത്താൻ തുടങ്ങും, ഭൂമി തീപന്തമായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ അതാ ഒന്നാമത്തെ ഊത്തോടുകൂടെ പ്രപഞ്ചത്തെ ആകെ പിടിച്ചു കുലുക്കുകയാണ്. രണ്ടാമത്തെ ഊത്തോടുകൂടെ അത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഊത്താണ്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം അതാ രണ്ടാമത്തെ ഊത്തൂതുന്നതോടുകൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിക്കുകയാ എന്റെ സഹോദര. പിന്നെ ബാക്കിയാകുന്നതാരാ കേട്ടോളോ, പിന്നെ ബാക്കിയാകുന്നത് ആരാണ്? ബഖയ ജിബ്രീൽ വമീകായിൽ വഇസ്രാഫീൽ വഹമലത്തുൽ അർശി വഅസ്റായീൽ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാമും ഹമലത്തുൽ അർശി, അർശിനെ ചുമക്കുന്ന മലക്കുകളും വഅസ്റായീൽ അലൈഹിസ്സലാമും ഇവർ മാത്രമാണ് ബാക്കിയാകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കും, ഇസ്രാഫീലേ എല്ലാവരും നശിച്ചോ? ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുമില്ല, ഇല്ല റബ്ബേ, അല്ലാഹുവേ ജിബ്രീൽ ബാക്കിയുണ്ട്, അല്ലാഹുവേ ജിബ്രീൽ ബാക്കിയുണ്ട്, മീകായിൽ ബാക്കിയുണ്ട്, അസ്റായീലും ബാക്കിയുണ്ട് തമ്പുരാനെ, നിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളും ബാക്കിയുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ കൽപ്പന, അവരുടെയും റൂഹ് പിടിക്കാൻ ആരോട്? മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമിനോട്, അസ്റായീൽ അലൈഹിസ്സലാമിനോട് അവരെയും മരിപ്പിക്കാനായി ആവശ്യപ്പെടുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലും മരിക്കുമത്രേ, ജിബ്രീൽ മലക്കാണല്ലോ. ജിബ്രീലും മരിക്കുകയായി. ജിബ്രീലിന്റെ റൂഹ് പിടിക്കാൻ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം വരികയാണ്. അസ്റായീലിനെ കാണുന്ന പാടെ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നതെന്താ? അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിന്റെ വേദന എനിക്ക് ലഘൂകരിച്ചു തരണേ എന്ന ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയാ. എന്തുകൊണ്ട്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന രംഗം ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടിട്ടുണ്ട്. മരണത്തിന്റെ വെപ്രാളം എന്താണെന്ന് ജിബ്രീലിന് നന്നായി അറിയാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കുകയായി. അസ്റായീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാമിന്റെ റൂഹാ പിന്നെ പിടിക്കുന്നത്. പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെയും അർശിനെ ചുമക്കുന്ന മലക്കുകളുടെയും റൂഹൊക്കെ പിടിച്ചു കഴിഞ്ഞു. അസ്റായീൽ മാത്രമാ ബാക്കിയായത്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായീൽ ഇനി വല്ലവരും ബാക്കിയുണ്ടോ? അസ്റായീൽ പറയുന്നു, ഇല്ല റബ്ബേ, ഒന്ന് ഞാനാ ബാക്കിയുള്ളത്, പിന്നെ നീ മാത്രമാണ് തമ്പുരാനെ. പ്രപഞ്ചനാഥനായ റബ്ബേ, ഞാനും നീയുമല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നും ബാക്കിയില്ല. ആ സമയത്താണത്രേ അല്ലാഹു പറയുന്നത് അസ്റായീൽ അലൈഹിസ്സലാമിനോട്, അസ്റായീലേ നിങ്ങൾ സ്വയം മരിക്കണമേ എന്ന്. അസ്റായീൽ നിങ്ങൾ സ്വയം മരിക്കണമേ എന്ന് സ്വയം റൂഹ് പിടിക്കാൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ഉറക്കെ ചൊല്ലണം. മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം അദാ വയമൂതു അസ്റായീലു ഫീ മൗദിൻ ബൈനൽ ജന്നതി വന്നാർ.
സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കുള്ള ഒരു സ്ഥലത്തു ചെല്ലുകയാണ് അസ്രായീൽ. എന്നിട്ട് സ്വന്തം റൂഹ് പിടിക്കുകയാണത്രേ അസ്രായീൽ അലൈഹിസ്സലാം. സ്വന്തം റൂഹ് ചില രേഖകളിൽ കാണുന്നത് 40 കൊല്ലമാണത്രേ തന്റെ റൂഹ് പിടിക്കുന്നത്. വേദന സഹിക്കാനും കഴിയുന്നില്ല. അവസാനം അതാ വയസീഹു സൈഹാ, ഒരൊറ്റ അട്ടഹാസമാണത്രേ അസ്രായീൽ അലൈഹിസ്സലാം. എന്നിട്ട് ആ സമയത്ത് പറയുമത്രേ, അല്ലാഹുവേ, മരണത്തിന്റെ വേദന ഇത്ര ശക്തമാണെന്ന് എനിക്കറിയുകയായിരുന്നെങ്കിൽ നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ റൂഹ് പിടിക്കുമ്പോ ഞാൻ അവരോട് ഏറെ കരുണ കാണിക്കുമായിരുന്നു തമ്പുരാനെ. എനിക്കതറിഞ്ഞില്ലല്ലോ. അസ്രായീൽ പോലും മരണത്തിന്റെ വേദന അറിയുന്നത് എപ്പോഴാ? അസ്രായീൽ സ്വയം മരിക്കുന്ന സമയത്താണ് എന്റെ സഹോദരങ്ങളെ. അങ്ങനെ അതാ അസ്രായീലും മരിക്കുകയായി. ഇനി പ്രപഞ്ചത്തിൽ ഒരാൾ മാത്രമാ ബാക്കിയുള്ളത്. ആരാണതാ? അത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവാണ് എന്റെ സഹോദരങ്ങളെ.